ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിന്റെ തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ്. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് SIR എങ്ങനെ നടപ്പിലാക്കാം, ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുകയുണ്ടായി. അതിനികൃഷ്ടമായ പ്രചാരവേല ഇവിടെ UDF കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തി. UDF പറഞ്ഞത് നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേപോലെയാണ്. നരേന്ദ്രമോദിയും പിണറായി വിജയനും കൂടിച്ചേർന്നിട്ടാണ്, പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കൂടിച്ചേർന്നിട്ടാണ് SIR കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വ്യാപകമായ പ്രചാരവേല നടത്തി. മതസ്ഥാപനങ്ങളെ പോലും ദുരുപയോഗപ്പെടുത്തി ഈ പ്രചാരവേല ശക്തിപ്പെടുത്തുകയും വസ്തുതാവിരുദ്ധമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാട് ഈ സന്ദർഭത്തിൽ ചില ആളുകൾ സ്വീകരിച്ചിരുന്നു കേരളത്തിൽ. ആ സന്ദർഭങ്ങളിലെല്ലാം എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് വോട്ടർ പട്ടിക പരിഷ്കരണമാവാം, ബീഹാർ മോഡലാവാൻ പാടില്ല. ഇതാണ് നിലപാടെടുത്തിരിക്കുന്നത്. ഇപ്പൊ ചില ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഫെബ്രുവരി 21 പട്ടിക അവസാനമായി പ്രസിദ്ധീകരിക്കുന്നത്. പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ SIR നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിരവധി വോട്ടർമാർ പട്ടികയിൽ ഇല്ലാതായിരുന്നു. ഞങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നമുണ്ട്. ഇത് 2002 വർഷത്തിലെ പട്ടിക അടിസ്ഥാനമായി എടുക്കാൻ പാടില്ല. പല ഘട്ടങ്ങളിലായി പട്ടിക പരിഷ്കരണം ഇവിടെ നടന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പട്ടിക പരിഷ്കരിച്ചിട്ടുണ്ട്. 2024 അടിസ്ഥാന വർഷമായിട്ടെടുത്ത് 2024 അംഗീകരിച്ച പട്ടികയിൽ ഉൾപ്പെടാത്തവരുണ്ടോ? ആ പട്ടികയിൽ അനധികൃതമായിട്ട് കയറിയവരുണ്ടോ? ഉൾപ്പെടാത്തവരെ ഉൾപ്പെടുത്തുകയും അനധികൃതമായി കയറിയവരെ ഒഴിവാക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് മുമ്പിൽ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു, ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ ആവശ്യപ്പെട്ടു. പക്ഷെ അതൊന്നും ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കാതെ 2002 അടിസ്ഥാന വർഷമായിക്കൊണ്ടാണ് ഈ SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് അവർ പോയത്. ഇത് വന്ന് പട്ടിക പരിശോധിച്ച് നോക്കിയ സമയത്ത് അർഹതപ്പെട്ട നിരവധി വോട്ടർമാർ, ഇവിടെ ചില ബൂത്തിൽ 400 വോട്ടർമാർ വരെ ഇല്ലാതായി പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം, അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ലഭിക്കണം. അനർഹരായ ആർക്കെങ്കിലും വോട്ടവകാശം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, ആ നിലപാടിനോടൊപ്പമില്ല. അർഹരായ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉണ്ടാവണം, അവർ പട്ടികയിൽ ഉണ്ടാവണം. അതിന് സഹായകരമായ നിലപാടല്ല ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടുന്ന കാര്യം, ഫെബ്രുവരി 21 പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത ആളുകൾ ഈ പട്ടികയിൽ പേര് വന്നതിൽ തിരുത്തേണ്ടത്, ഇതിനാവശ്യമായത്ര സമയം നിശ്ചയിക്കണം. ഞങ്ങൾ പൊതുവെ പറയുന്നത് 2 ആഴ്ച സമയമെങ്കിലും ഈ തിരുത്തലിന് വേണ്ടി, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം അനുവദിക്കണം. ഇവിടെ ഈ പഴയ പൗരത്വ നിയമത്തിന്റെ ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഒരു കാരണവശാലും വോട്ടർ പട്ടിക പരിഷ്കരണം ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ SIR നടപ്പിലാക്കൽ വോട്ടവകാശം സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. അനർഹരായ വോട്ടർമാരെ ഉൾപ്പെടുത്താൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഈ പട്ടിക പരിശോധിച്ച് നോക്കുന്ന സമയത്ത് പല സംസ്ഥാനങ്ങളിലുമുള്ളവർ ഈ പട്ടികയിൽ കടന്നു വന്നിട്ടുണ്ട്. എങ്ങനെ വന്നു എന്നുള്ളത് ആരും അതിന് ഉത്തരം പറയുന്നില്ല. എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല.
കേരളത്തിന് വെളിയിലുള്ളവർ ഈ പട്ടികയിൽ സ്ഥാനം പിടിക്കുക. ചില വോട്ടർമാരുടെ പേരും മറ്റ് നമ്പറും എല്ലാം വെച്ചിട്ട് പരിശോധിക്കുമ്പോൾ, ഓൺലൈൻ ഈ പുതിയ സംവിധാനം ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ പകരം വേറെ ആളുകളുടെ പേരാണ് ലിസ്റ്റിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒട്ടനവധി അപാകതകൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ആ അപാകതകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഈ ഫെബ്രുവരി 2-ാം തീയതി, ഇപ്പോൾ ഫെബ്രുവരി 2-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ തിരുവനന്തപുരത്തും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലുള്ള ഓഫീസുകളുടെ മുമ്പിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ പ്രതിഷേധ സൂചകമായി മാർച്ച് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരമൊരു നിലപാടാണ് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഇത് എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അവരുടെ വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജാഗരൂകരാകണം. അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കും. ഒരു പൗരന്റെ അവകാശമാണത്. ആ അവകാശം നിഷേധിക്കാൻ പാടില്ല. പൗരന്റെ അവകാശം എന്നുള്ള നിലയിൽ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തുന്നതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉണ്ടാവുകയാണ് വേണ്ടത്. ഇപ്പൊ ഫെബ്രുവരി 21-ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ആ പ്രസിദ്ധീകരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടാത്ത പേരുകൾ ഉൾപ്പെടുത്തുന്നതിനും അതിന്റെ തെറ്റുകൾ തിരുത്തുന്നതിനും ആവശ്യമായ സന്ദർഭം ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കണം. ഇത്തരമൊരു പ്രശ്നമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനക്ഷേമ നടപടികളും വികസന പ്രവർത്തനങ്ങളും ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നിയമസഭയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിട്ടുള്ള കേരള ബജറ്റ്. എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തി ജനങ്ങളുടെ സംരക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറി. അത് ഒരു പ്രഖ്യാപനം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ വന്ന ഒരു ജോലിയല്ല. 4 വർഷക്കാലത്തെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി അതിദാരിദ്ര്യത്തിന്റെ ഘടകങ്ങൾ എന്താണെന്ന് നിശ്ചയിച്ച് ദാരിദ്ര്യം അകറ്റുന്നതിന് വേണ്ടിയുള്ള വിവിധ നടപടികൾ സ്വീകരിച്ച് അതിദാരിദ്ര്യം ഒഴിവായി. ഈ അതിദാരിദ്ര്യത്തിൽ പെട്ടുപോയ കുടുംബങ്ങൾ ഒരു കാരണവശാലും അതിദാരിദ്ര്യത്തിൽ നിന്ന് താഴേക്ക് പോകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അതിദാരിദ്ര്യം അവസാനിച്ചു കഴിഞ്ഞു. അവരൊരു കാരണവശാലും ഇനി അതിദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴാൻ പാടില്ല. അതിനാവശ്യമായ സംരക്ഷണ നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണ്. ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുടെയും കൂടി ഭാഗമായി വരുന്നതാണ്. അതിദാരിദ്ര്യം അവസാനിച്ചതുകൊണ്ട് ദാരിദ്ര്യം പൂർണ്ണമായി കേരളത്തിൽ ഇല്ലാതായിട്ടില്ല. ദാരിദ്ര്യം പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ വരുമാനം വേണം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഒരു പരിപാടി, ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഒരു പരിപാടി, അത് ഈ തുടർന്നുള്ള കേവല ദാരിദ്ര്യം ഉൾപ്പെടെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ മുഴുവൻ വ്യക്തികൾക്കും തൊഴിൽ ലഭ്യമാക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. അതിനുള്ള ഉത്തരവാദിത്വമാണ് നോളജ് എക്കോണമി മിഷൻ എന്ന നിലയിൽ കേരളത്തിൽ ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന പദ്ധതി. ഏത് മേഖലയിലാണോ തൊഴിൽ വേണ്ടത് അവിടെ തൊഴിലാളികളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. തൊഴിൽ പരിചയമില്ലാത്തവരുണ്ടെങ്കിൽ ഏത് ആവശ്യത്തിന് തൊഴിൽ പരിശീലകരില്ലെങ്കിൽ അവർക്ക് പരിശീലനം നൽകി നൈപുണ്യ വികസനം എന്നുള്ള നിലയിൽ പദ്ധതി വികസിപ്പിച്ച് അവർക്കെല്ലാം സഹായകരമായ തൊഴിൽ നേടുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചു മുമ്പോട്ട് പോവുകയാണ്. അത്തരമൊരു ശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഇവിടെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് പരമാവധി പരിരക്ഷ നൽകുന്ന സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ബജറ്റിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് അംഗൻവാടി ജീവനക്കാർക്ക് 1000 രൂപയും ഹെൽപ്പർമാർക്ക് 500 രൂപയും ഒരു മാസം വർധനവ് നൽകാൻ തീരുമാനിച്ചു. ആശാവർക്കർമാർക്കെല്ലാം 1000 രൂപ കൂടുതൽ വർദ്ധിപ്പിച്ചു നൽകാൻ തീരുമാനിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട തൊഴിലാളികൾക്ക്
അല്ല, തൊഴിലുറപ്പല്ല, ഈ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് 25 രൂപ ഒരു ദിവസം കൊടുക്കാൻ തീരുമാനിച്ചു. തൊഴിലുറപ്പ് പ്രശ്നത്തിൽ കേരള ഗവൺമെന്റ് തന്നെ 1000 കോടി രൂപ തൊഴിലുറപ്പ് മേഖലയിലെ സുരക്ഷിതത്വത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് തകർക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അവർ ആ സമീപനത്തിന്റെ ഭാഗമാണ് തൊഴിലുറപ്പിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ 60% കേന്ദ്രവും 40% സ്റ്റേറ്റും നൽകണം എന്ന നിലപാട് മുന്നോട്ട് വെച്ചത്. ഇവിടെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശം 125 ദിവസം തൊഴിൽ കൊടുക്കണമെന്നാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ഒരു വർഷത്തിന് 200 ദിവസം തൊഴിൽ വേണം. ഒരു തൊഴിലിന് 600 രൂപ കൂലി കിട്ടണം. എങ്ങനെ സാധ്യമാകും? കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സമീപനമാണെങ്കിൽ കഴിയില്ല. അപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കത്തക്ക നിലയിലുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നത്. 125 ദിവസം തൊഴിൽ കൊടുക്കുമെന്ന് പറയുമ്പോൾ അതിന് സഹായകരമായ ഫണ്ട് വിഹിതം ഈ ബഡ്ജറ്റിൽ തുക വർദ്ധിപ്പിക്കുന്നില്ല. ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിൽ തുക വർദ്ധിപ്പിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് അനുസൃതമായ തുക കേന്ദ്ര ഗവൺമെന്റ് കൂടി വർദ്ധിപ്പിച്ച് നൽകിയെങ്കിലേ ഇത് ശരിയായ നിലയിലാണ് ഈ പ്രശ്നത്തെ സമീപിക്കുന്നത് എന്നിടത്തിലേക്ക് നമുക്ക് എത്താൻ ചെയ്യുള്ളൂ. അത്തരം പ്രശ്നങ്ങളൊന്നും അവർ സ്വീകരിക്കുന്നില്ല. അപ്പൊ ഇത്തരമൊരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ആ അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്തുള്ള ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എത്ര പ്രശ്നങ്ങളിലാണ് അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. അദ്ദേഹമാണ് പറഞ്ഞത്, ഇവിടെ അടുത്ത അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വനവാസത്തിൽ പോകും. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നത് അധികാരത്തിന് വേണ്ടിയല്ല. അധികാരം കിട്ടിയാൽ അത് ഉപയോഗിക്കണം. എങ്ങനെ അവർക്ക് ജനങ്ങളോട് നീതി പുലർത്താൻ സാധിക്കും? ഞാൻ നിയമസഭയിൽ പറഞ്ഞു, ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഈ വനവാസത്തിന് പോവുക എന്ന നിലപാട് തന്നെ ജനവിരുദ്ധമാണ്. ജനങ്ങളോട് നീതി പുലർത്തുന്ന സമീപനമല്ല. ഇനി വനവാസത്തിന് പോകാനുമാണ് തീരുമാനമുണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ കേരളത്തിലെ വനം വകുപ്പിനെ അറിയിക്കണം, ആവശ്യമായ രക്ഷാ നടപടികൾ സ്വീകരിക്കാൻ എന്നുള്ള പ്രശ്നം ഞാൻ നിയമസഭയിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കടുത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും അടിസ്ഥാനരഹിതമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ആ നിലപാടിനെ തിരിച്ചറിഞ്ഞ് ശരിയായ സമീപനം സ്വീകരിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. രാവിലെ സിവിൽ സ്റ്റേഷനിലാണ് അവിടെ ഓഫീസുള്ളത്. സ്വാഭാവികമായിട്ടും അതിന്റെ മുമ്പിലെ ഇതൊരു പ്രതിഷേധ സമരം മാത്രമാണ്. രാവിലെ 10. അല്ല, കേരളത്തിൽ ബീഹാർ മോഡൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഇപ്പം ബീഹാർ മോഡൽ വന്നു എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല. അല്ല, അത് ഇതിന്റെ ഭാഗമാണ്. പുറത്തുനിന്ന് ആളുകളെ ഇതിന്റെ അകത്ത് ഇപ്പൊ ഞങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പരിശോധിച്ചപ്പോൾ ഈ പട്ടികയിൽ ഇവിടെ താമസിക്കാത്ത ആളുകൾ പട്ടികയിൽ പേര് വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അനാവശ്യമായിട്ട് ആളുകളെ ചേർക്കുന്നല്ലേ? അനധികൃതമായിട്ട് ആളുകളെ ഏതോ വഴിയിലൂടെ ചേർക്കുന്നെന്നുള്ളതല്ലേ? അങ്ങനത്തെ പല സംഭവങ്ങളും അതെല്ലാം ഇലക്ഷൻ കമ്മീഷന് പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഉറപ്പുണ്ടാക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ഈ നിലയിൽ ഉന്നയിക്കാൻ ഇടവരുന്നത്. അല്ലാത്ത ഇതര സംസ്ഥാനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നവരാണ്, നമുക്കത് മനസ്സിലാക്കാൻ വിചാരിക്കാം. അവർക്കൊരു അഡ്രസ് ഉണ്ടാവും, അവർക്കൊരു പ്രദേശമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇതങ്ങനെയല്ല. ഇവിടെ ജോലി ചെയ്യാത്തവർ, ഇവിടെ അറിയാത്തവർ, ആളില്ലാത്തവർ, അങ്ങനെയുള്ള ആളുകളെയെല്ലാം ഇതിൻ്റെ അകത്ത് ചേർക്കുന്നു. അപ്പൊ അത് എവിടുന്ന് ഏതൊരു കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പൊ അത് വരാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത് കേന്ദ്ര ഗവൺമെന്റും ഇലക്ഷൻ കമ്മീഷനാണ്. തൃശ്ശൂര് തൃശ്ശൂരൊക്കെ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ അനുഭവത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ. പാർട്ടി നിരക്കിലോ മുന്നണി നിരക്കിലോ പരിശോധിച്ചു
അത് തൃശ്ശൂരിൽ അവരെന്തെങ്കിലും ചെയ്തു എന്നുള്ളത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. തൃശ്ശൂരിൽ വിശദമായ പരിശോധന വേണമെന്നുള്ള കാര്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 21 ഇപ്പോ ടൈം അവർ നിശ്ചയിച്ചിരിക്കുന്നത്. 21 തീയതിയാണ് ടൈം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് ഇതിന്റെ എന്തെങ്കിലും അപാകതകളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നതിന് വേണ്ടി സമയം വേണം. അത് നോക്കട്ടെ. അത് ഇപ്പൊ അതിന്റെ ഫൈനൽ ഡിസിഷൻ ഇപ്പോൾ പറയാറായിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ഉന്നയിച്ചിട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റിനോട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ട്. കേരളത്തിന് സാമ്പത്തികമായിട്ട് വല്ലാത്ത ഉപരോധം അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും കേരളത്തിന്റെ ആവശ്യം ഞങ്ങൾ കേന്ദ്രത്തിന് ഭാഗം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു ഭരണഘടനാ ബാധ്യതയാണ്, നിയമപരമായ ബാധ്യതയാണത്. കേന്ദ്രം ഗവൺമെന്റിനെ അംഗീകരിക്കുക, കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് ഒരു നിലപാടിന്റെ ഭാഗം. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇപ്പം ചൂരൽമല ദുരന്തം ആവശ്യങ്ങൾ വീണ്ടും ഗവൺമെന്റ് മുമ്പിൽ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലെല്ലാം കേന്ദ്ര ഗവൺമെന്റ് എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ മാറി നിൽക്കല്ല. പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ ഉന്നയിച്ച് അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മുടെ മുന്നിലുണ്ട്. പ്രതീക്ഷിച്ച റിസൾട്ട് അല്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അപ്പൊ ഇപ്പൊ ജാഥ തുടങ്ങാൻ മേഖലാതല ജാഥയിലേക്ക് കിടക്കണം. അപ്പൊ ഇതിനോടകം ആ പ്രശ്നങ്ങൾ കണ്ടെത്തി ഭവന സന്ദർശനത്തിലൂടെയും മറ്റും അത് അഡ്രസ് ചെയ്തു, ആ പ്രശ്നം പരിഹരിച്ചു എന്ന് തന്നെയാണോ കരുതുന്നത്? അങ്ങനെയല്ല നിങ്ങൾ അതിന്റെ ആ പ്രശ്നത്തെ കാണുന്നത്. ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കുന്ന താങ്കൾ ചൂണ്ടിക്കാണിച്ച ഭാഗം ശരിയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായിട്ടില്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഞങ്ങളെ ഒരു രീതിക്കനുസരിച്ച്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായി? ആ പ്രതികരണത്തിന് ജനങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങൾ ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഈ പ്രതികരണത്തിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അത് അന്വേഷിച്ച് മനസ്സിലാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ ഭാഗം കൂടി വെച്ചിട്ടാണ് ഞങ്ങൾ ഭവന സന്ദർശനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഞാൻ നിരവധി വീടുകളിൽ പോയിട്ടുണ്ട്. ഈ ഭവന സന്ദർശനത്തിന്റെ ഭാഗം എല്ലാവരും പോകുന്നുണ്ട്. പ്രാദേശിക പ്രവർത്തകരും ഉയർന്ന പ്രവർത്തകന്മാരും എല്ലാവരും പോകുന്നുണ്ട്. അപ്പൊ പോകുമ്പോൾ പല അഭിപ്രായങ്ങളും ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പോയ വീടുകളിൽ മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പായ വീടുകളിൽ നിന്നും ഒരു ഭരണവിരുദ്ധ വികാരവും ഒരാളും പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ കോൺഗ്രസിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്, BJP രാഷ്ട്രീയമുള്ള ആളുകളുടെ വീട്ടിലും പോയിട്ടുണ്ട്, ലീഗ് രാഷ്ട്രീയമുള്ള ആളുകളും വീട്ടിലും പോയിട്ടുണ്ട്. അവരാരും ഗവൺമെന്റിന്റെ നടപടിയിൽ ഇന്ന പശകുണ്ടായി അല്ലെങ്കിൽ ഗവൺമെന്റ് സാധാരണക്കാരനെതിരായ നിലപാടെടുത്തു എന്നൊന്നും അവരാരും ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതിപ്പോ പൂർണ്ണമല്ല. ഞങ്ങളെ വീട് കയറ്റം എന്നുള്ളത് പരിശോധന എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടില്ല. അത് പൂർണ്ണമാകാൻ കുറച്ചുകൂടി സമയമെടുക്കും. പ്രാദേശിക തലത്തിൽ ആളുണ്ട്. ഒരു വീട്ടിൽ കയറിയിട്ട് ഒരു 10, 15, 20 മിനിറ്റ് അവർ പറയുന്നതെല്ലാം കേൾക്കുകയും അവർ പറയുന്നതിനനുസരിച്ചുള്ള മറുപടി ഞങ്ങൾ പറയുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുക്കും. ആ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങളത് പരിശോധിക്കും. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. അതിന് ഞങ്ങൾ മുഖ്യമായും വിലയിരുത്തുന്ന ഏതെങ്കിലും ഒരു PRO ഏജൻസിയുടെ ശുപാർശയല്ല, ജനങ്ങളുടെ ശുപാർശയാണ് ഞങ്ങൾ അതിൽ പ്രധാനമായിട്ട് എടുക്കുന്നത്. ജനങ്ങൾ എന്താണോ പറയുന്നത് ആ ജനങ്ങൾ പറയുന്നതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുക എന്നതാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ തുടർന്നു വരുന്ന സമീപനം. ഒരു കാര്യം കൂടി, ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ പ്രതികരണങ്ങൾ എടുത്തു വരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ മുന്നണിയുടെ കക്ഷികൾ തന്നെ പറഞ്ഞ ചില തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളുണ്ട്. RJD ഒരു രേഖാമൂലം പരാതിയായി തന്നെ നേതൃത്വം. RJD ആർക്ക് പരാതി കൊടുത്തു? CPM-ന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി കൊടുക്കുക. പരാതി പുറത്തുവിടുകയും ചെയ്തു. എന്താ പരാതി? അല്ല, എനിക്കറിയില്ല. കോഴിക്കോട് കോർപ്പറേഷനിൽ വിവിധ മണ്ഡലങ്ങളിൽ അവരാകെ വാർഡുകളിൽ 5 അവർ മത്സരിച്ചു, 5 തോറ്റു. ഞാൻ LDF-ന്റെ കൺവീനറല്ലേ, സ്റ്റേറ്റ് കൺവീനർ. എന്റെ മുമ്പിൽ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല.
CPIMന്റെ സംസ്ഥാന സെന്ററിന്റെ മുമ്പാകെ പരാതി വന്നാൽ ഞങ്ങൾ അറിയണം. ഇവിടെ കോർപ്പറേഷനും ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ് താങ്കൾ ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്നുള്ളത് ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ല. ഇവിടെ പരാതി ഉണ്ട്, ഞങ്ങളും വരും അന്വേഷിക്കുകയും ചെയ്യാം. ഇവിടെ വല്ല പരാതി വന്നിട്ടുണ്ടോ, എന്നിട്ട് എന്തെങ്കിലും സ്റ്റേറ്റ് അടിസ്ഥാനത്തില്ലാന്ന് ഞാൻ പറഞ്ഞത്. അല്ല, അതെനിക്കറിയില്ല. അത് അവരുടെ ഞാൻ അറിയില്ല എന്നല്ലേ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ലല്ലോ. എനിക്കത് അറിയില്ല. എന്താണ് അതിന്റെ എന്തെങ്കിലും വിഷയമുള്ളൂ എന്നല്ല ഇവിടെ പരിശോധിക്കാം. സ്റ്റേറ്റ് LDFന്റെ മുമ്പാകെ വന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സ്റ്റേറ്റ് പാർട്ടിയുടെ മുമ്പിലും അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം അറിയും. അത് അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ ഇവിടെ ജില്ലകളിൽ വന്ന എല്ലാ വിഷയവും ഞങ്ങളുടെ മുമ്പിൽ എത്തും. കുറച്ച് സമയമെടുക്കും. അവരുടെ പരിശോധനയും കാര്യങ്ങളൊക്കെ എടുത്ത് അതിന്റെ റിപ്പോർട്ട് സഹിതം ഞങ്ങളുണ്ട്. ഇവിടെ എന്തെങ്കിലും പ്രത്യേക പ്രശ്നം വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. അത്ര ഞാൻ പറഞ്ഞു. അതിനല്ലേ നമ്മൾ കേൾക്കും. നിങ്ങൾക്കുള്ള അഭിപ്രായം കേൾക്കാൻ ഞങ്ങൾ തയ്യാറാ. ഈ പ്രസ് മീറ്റിലല്ല, അല്ലാതെ നിങ്ങൾ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതി തരാനാണെങ്കിലോ ഞങ്ങളത് പരിശോധിക്കാൻ തയ്യാറാണ്. അതെ, ആ വികാരങ്ങൾ വരട്ടെ. അതെ, അതിന് എന്ത് വികാരമാണ് എന്നുള്ളത് ഇപ്പം മറുപടി പറയാൻ പറ്റുന്നതല്ല. അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടതിന് ശേഷം പറയാം. ഇപ്പൊ ആയിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ ചില സമയത്ത് ചില ധാരണകളുണ്ടാവും. അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ പരിഗണിക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറയുന്നത്. തള്ളാമല്ല.